السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി സ്വന്തം നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 2-ാം അധ്യായം അതിൻ്റെ 96-ാമത്തെ വചനം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബനൂ ഇസ്രായേല്യരുടെ ചരിത്രം വിശദീകരിച്ചു കൊണ്ടിരിക്കെ യഹൂദികളായ ആളുകൾ അവർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എടുത്ത നിലപാടും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവർ സ്വീകരിച്ച നിലപാടുകളും വിശദീകരിച്ചു കൊണ്ടിരിക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, അവർക്ക് പരലോകത്തേക്കാൾ വലുത് അവർക്ക് ദുനിയാവാണ്. അവർ പരലോകമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്താഗ്രഹിക്കണം? മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കണം. മരണത്തെ അവരോട് ആഗ്രഹിക്കാൻ പറഞ്ഞാൽ അവരിലുള്ളവരാകട്ടെ 1000 കൊല്ലമെങ്കിലും ഈ ദുനിയാവിൽ ജീവിച്ചെങ്കിലെന്ന് മോഹിക്കുന്ന, കൊതിക്കുന്ന ആളുകളാണ് അവരിലുള്ളത്. ഇനി അവരങ്ങനെ മോഹിച്ചാലും ആഗ്രഹിച്ചാലും തന്നെ, ആയുസ് അങ്ങനെ നീട്ടിക്കിട്ടിയാൽ തന്നെയും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ആയുസ് നീട്ടിക്കിട്ടുക എന്നത് ഒരിക്കലും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാനോ രക്ഷപ്പെടാനോ അതൊരു കാരണമല്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല 97-ാമത്തെ വചനം മുതൽ 103-ാമത്തെ വചനം വരെ ഉള്ള ആയത്തുകൾ അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. قل നബിയെ പറയണം, മൻ കാന, ആരെങ്കിലും ആയിരുന്നാൽ. മൻ എന്ന് പറഞ്ഞാൽ ആര്, കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു. മൻ കാന ആരായിരുന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ആയിരുന്നാൽ. അദുവൻ, എന്താ അദുവ്? ശത്രു. അപ്പം ആരെങ്കിലും ശത്രുവായിരുന്നാൽ ലിജിബിരീൽ, ജിബിരീലിനോട്, ഫഇന്നഹു, തീർച്ചയായും അപ്പോൾ അദ്ദേഹം, നസ്സലഹു, അദ്ദേഹം അവതരിപ്പിച്ചു. നസ്സല യുനസ്സിലു തൻസീൽ, നസ്സല എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു. നസ്സലഹു, അദ്ദേഹം അതിനെ അവതരിപ്പിച്ചു. അലാ ഖൽബിക്, നബിയെ താങ്കളുടെ ഹൃദയത്തിൻ്റെ മേൽ. ബിഇദ്നില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുമതി പ്രകാരം. ലിമാ ബൈന, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നതാണ്. സദ്ദഖ യുസദ്ദിഖു, അതിൽ നിന്നാണ് മുസദ്ദിഖ് വന്നത്, സത്യപ്പെടുത്തുന്നവൻ. ലിമാ ബൈന യദൈഹി, യദ എന്ന് പറഞ്ഞാൽ പക്കലുള്ളത്, മുമ്പിലുള്ളത് എന്നതിനൊക്കെ പറയുകയാണെങ്കിൽ യദ പറയുക. യദൈഹി, ആ ഖുർആനിൻ്റെ മുമ്പിലുള്ളതിനെ,
എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെ അതെന്ത് ചെയ്യുന്നു? സത്യപ്പെടുത്തുന്നു. വഹുദം വബുശ്റാ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ആ വേദഗ്രന്ഥം ഹുദയാണ്, ബുശ്റയാണ്, സന്മാർഗമാണ്, സന്തോഷവാർത്തയാണ്. അപ്പോൾ ഈ ആയത്ത് മുതൽ 103-ാമത്തെ വചനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അത് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. ഒരുപാട് ഇൽമ കിട്ടുന്ന 1-2 സംഭവങ്ങളാണ് അതിലേക്ക് ചേർത്ത് വെക്കാനുള്ളത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു ജരീർ അത്തൊബരി, ഇമാം അബൂ ജഅഫർ ഇബ്നു ജരീർ അത്തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകത്തെ അദ്ദേഹം ചേർത്ത് വെക്കുന്നുണ്ട്. അജ്മഅ അഹ്ലുൽ ഇൽമി ബിത്തഅ്വീലി ജമീഅൻ അന്ന ഹാദിഹിൽ ആയ നസലത് ജവാബൻ ലിൽ യഹൂദി മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിൽപ്പെട്ട യഹൂദികൾക്കുള്ള മറുപടിയായിക്കൊണ്ട് ആണ് ഈ ആയത്ത് അവതരിച്ചത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ, മുഫസ്സിറുകൾക്കിടയിൽ എന്തില്ല? തർക്കം ഇല്ല. ഈ ആയത്തുകൾ അവതരിപ്പിച്ചത് യഹൂദികൾക്കുള്ള ചോദ്യത്തിൻ്റെ ജവാബാണ്. അപ്പോൾ അവർ ചില കാര്യങ്ങൾ റസൂലിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനുള്ള ജവാബാണേത്? 97 മുതൽ 103-ാമത്തെ വചനങ്ങൾ വരെ നോക്കൂ. ഇത് സഅമു അന്ന ജിബ്രീല അദുവ്വൻ ലഹും, യഹൂദികൾ വാദിച്ചിരുന്നു ജിബ്രീൽ ഞങ്ങൾക്ക് ശത്രുവാണ്. എന്നാൽ വ അന്ന മീകാഈല വലിയ്യുൻ ലഹു, എന്നാൽ മീകായിൽ ഞങ്ങളുടെ ആരാണ്? ഞങ്ങളുടെ വലിയാണ്. മീകായിൽ ഞങ്ങളുടെ മിത്രാണ്, പക്ഷെ ജിബ്രീൽ നമുക്ക് പറ്റൂല. അപ്പം ജിബ്രീൽ പറ്റൂല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പൊടുന്നനെ നബിയോട് വന്നിട്ട് പറയുന്നത്, നബിയെ ജിബ്രീൽ നമുക്ക് പറ്റൂല കേട്ടോ, ജിബ്രീൽ കൊണ്ടുവന്ന ഖുർആൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല, കാരണം ഞങ്ങളുടെ വലിയ മീകായിലാണ് എന്നവർ പൊടുന്നനെ പറഞ്ഞതല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സമൂഹം വരികയാണ്, യഹൂദികൾപ്പെട്ട ഒരു വിഭാഗം ആളുകൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് നബിയോട് ചോദിച്ചു, യാ അബുൽ ഖാസിം, ഓ അബുൽ ഖാസിം. നബിയുടെ കുഞ്ഞിയത്താണെന്ത്? അബുൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മകനുണ്ട്. ആരാണ്? ഖാസിം. 3 ആൺമക്കളായിരുന്നു. അതിൽ ആദ്യത്തെ ആളാണ് ഖാസിം. അതിലേക്ക് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത് എന്താണ്? അബുൽ ഖാസിം എന്നാണ്. അപ്പോൾ നബിയോട് അവർ പറഞ്ഞു, യാ അബുൽ ഖാസിം, ഓ അബുൽ ഖാസിം, ഹദ്ദിസ്നാ അൻ ഖിലാലിൻ നസ്അലുക അൻഹുന്ന ലാ യഅലമുഹുന്ന ഇല്ലാ നബിയ്യുൻ. അബുൽ ഖാസിം, താങ്കളോട് ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നബി അല്ലാത്ത ഒരാൾക്കും അറിയില്ല. അത് ഞങ്ങൾക്കറിയാം, ജൂതന്മാർക്കറിയാം. അത് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആർക്കേ പറയാൻ കഴിയൂ? നബിമാർക്ക് മാത്രമേ പറയാൻ കഴിയൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ സന്ദർഭത്തിലാണ് യഹൂദികൾ നബിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിയണമെങ്കിൽ റസൂൽ ആരാകണം? മുഹമ്മദ് നബി ആരാകണം? ഒരു നബിയാകണം. നബി അല്ലാത്ത ഒരാൾക്ക് ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സലൂനി അമ്മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്നോട് ചോദിച്ചു കൊള്ളുക. വലാകിൻ ഇജഅലൂ ലി ദിമ്മത്തല്ലാഹി വമാ അഖദ യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അലാ ബനീഹി, നിങ്ങൾ എന്നെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലും യഅഖൂബ് നബി മക്കളുടെ മേൽ എടുത്ത കരാറിലും നിങ്ങളെ എന്നെ ആക്കണം. എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സംരക്ഷണത്തിലാക്കണം. നിങ്ങൾ യഅഖൂബ് നബി എന്താണ് മക്കളിൽ നിന്നെടുത്ത കരാറ്? എന്നെ അല്ലാതെ നിങ്ങൾ വേറൊരാളെയും ആരാധിക്കരുത്. അപ്പോൾ ആ കരാറിൽ, ആ തൗഹീദിൻ്റെ ആളാക്കി നിങ്ങൾ എന്നെ പരിഗണിക്കണം, എന്നെ കാണണം. ലഇൻ ഹദ്ദസ്തുകും ഷൈഅൻ ഫഅറഫ്തുമൂഹ് ലതുതാബിഉന്നി അലൽ ഇസ്ലാം, നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരികയും അത് നിങ്ങൾ അറിയുകയും ചെയ്താൽ, അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുകയും അത് നിങ്ങൾ സത്യപ്പെടുത്തുകയും അറിയുകയും ചെയ്താൽ ലതുതാബിഉന്നി അലൽ ഇസ്ലാം, നിങ്ങൾ എന്നെ ഇസ്ലാമിൽ എന്നെ പിന്തുടരണം. അപ്പോൾ യഹൂദികളൊക്കെ പറഞ്ഞു, ഫദാലിക ലക്, അത് നിൻ്റെ അവകാശമാണല്ലോ മുഹമ്മദേ. അബുൽ ഖാസിം, അത് താങ്കളുടെ അവകാശമാണ്. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ. ഞങ്ങൾ എന്തു ചെയ്യും? ഉത്തരം പറഞ്ഞാൽ താങ്കളെ ഞങ്ങൾ ഫോളോ ചെയ്യും. അപ്പോൾ അവർ ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, ഫസലൂനി അമ്മാ ശിഅ്തും,
അതെ, നിങ്ങളെന്നാ ചോദിച്ചു കൊള്ളുക. ഖാലു, അവർ പറഞ്ഞു, അഖ്ബിർന അൻ അർബഇ ഖിലാലിൻ നസ്അലുക അൻഹുന്ന. 4 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 4 കാര്യങ്ങൾ. ഒന്ന്, അഖ്ബിർന അയ്യ ത്വആമി ഹറമ ഇസ്രാഈലു അലാ നഫ്സിഹി മിൻ ഖബ്ലി അൻ തുനസ്സല തൗറാത്ത്. തൗറാത്ത് അവതരിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ തൻ്റെ സ്വന്തത്തിന് ഹറാമാക്കിയ ഭക്ഷണം ഏതാണ്? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാണ്? യാക്കൂബ് നബിയാണ്. യാക്കൂബ് നബിയുടെ മേൽ ഒരു ഭക്ഷണം ഹറാമാക്കിയിട്ടുണ്ട്. അതെപ്പോഴാണ്? തൗറാത്ത് അവതരിക്കുന്നതിന് മുമ്പാണ്. കാരണം തൗറാത്ത് അവതരിക്കുന്നത് ആർക്കാണ്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ്. മൂസാ നബിക്ക് എത്രയോ കൊല്ലം മുമ്പാണ് ആര് കടന്നു വരുന്നത്? യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അപ്പോൾ യാക്കൂബ് നബി, ഇസ്രായേൽ എന്ന പ്രവാചകൻ യാക്കൂബ് നബി തൻ്റെ സ്വന്തത്തിന് ഹറാമാക്കിയ ഭക്ഷണം ഏതാണ്? ഇത് വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടാത്ത, നബിയായിട്ടല്ലാത്ത ഒരാൾക്കും ഇത് പറയാൻ കഴിയില്ല. അത് യഹൂദികളായ പണ്ഡിതന്മാർക്കിടയിൽ മാത്രമുള്ള ഒരു വലിയ അറിവാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വഅഖ്ബിർന, ഞങ്ങളെ അറിയിച്ചു തരണം, കൈഫ മാഉൽ മർഅതി വമാഉർ റജുൽ, എങ്ങനെയാണ് ഒരു പുരുഷൻ്റെ ബീജവും ഒരു സ്ത്രീയുടെ ബീജവും, കൈഫ യകൂനു ദക്കറു മിൻഹു, എങ്ങനെ പുരുഷൻ്റെ ബീജത്തിൽ നിന്നൊരാണ് പിറക്കുന്നു, അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീ ഉണ്ടാകുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തരണം. രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ പുരുഷ ബീജത്തെപ്പറ്റിയും സ്ത്രീ ബീജത്തെപ്പറ്റിയാണ് ചോദ്യം. സയൻസ് കടന്നു വരാത്തൊരു കാലഘട്ടം, ആധുനിക ശാസ്ത്രമില്ലാത്തൊരു കാലഘട്ടം, മനുഷ്യൻ്റെ ബീജങ്ങളെപ്പറ്റിയും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെപ്പറ്റിയും എംബ്രിയോളജിയൊക്കെ ചർച്ച ചെയ്യാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇതിന് ഉത്തരം പറയാൻ ആർക്ക് കഴിയുള്ളൂ? വഹിയുള്ള ഒരു പ്രവാചകനല്ലാതെ കഴിയില്ല. അപ്പോൾ അവരുടെ ചോദ്യം എന്തായിരുന്നു? പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ ബീജവും ഇതിനെപ്പറ്റി പറഞ്ഞു തരണം. എപ്പോഴൊരു ആൺകുട്ടി പിറക്കുന്നു, എപ്പോഴാണ് ഒരു പെൺകുട്ടിയാകുന്നത് എന്നറിയിച്ചു തരണം. മൂന്നാമത്തെ ചോദ്യം, വഅഖ്ബിർന കൈഫ ഹാദൻ നബിയുൽ ഉമ്മിയു ഫിൻ നൗം, ഈ പ്രവാചകൻ, ഞങ്ങളുടെ മുന്നിലുള്ള ഈ പ്രവാചകൻ അബുൽ ഖാസിം മുഹമ്മദ് എങ്ങനെയാണ് ഉറക്കത്തിൽ ഉറങ്ങുന്നത്, എങ്ങനെയാണ് എന്നറിയിച്ചാണ്. കാരണം ഒരു പ്രവാചകൻ എങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് വളരെ വ്യക്തമായി യഹൂദികൾക്കറിയാം. അവരുടെ വേദഗ്രന്ഥത്തിലുണ്ട്, അവരിത് പഠിച്ചിട്ടുണ്ട് ഒരു നബി ആരാകുമെന്ന്. നാലാമത്തെ അവരുടെ ചോദ്യം, വമൻ വലിയുഹു മിനൽ മലായിക, മലക്കുകളിൽ നിന്നാരാണ് താങ്കളുടെ വലിയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഅലൈക്കും, നിങ്ങളുടെ മേൽ ഒരു ബാധ്യതയുണ്ട്, അഹ്ദുല്ലാഹി, അള്ളാൻ്റെ ഒരു കരാറുണ്ട്. ആ കരാർ എന്താണ്? വമീസാഖുഹു, ഒരു കരാറുണ്ട്. ലഇൻ അന അഖ്ബർതുക്കും ലതുതാബിഉന്നി, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയിൽ യഹൂദികളുടെ ആ സംഘം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇത് അന്ത്യപ്രവാചകനാണ്, അവരുടെ വേദഗ്രന്ഥത്തിലുള്ള പ്രവചിക്കപ്പെട്ട പ്രവാചകനാണെന്ന് അവർ എന്ത് ചെയ്യണം? ഖാത്തമുൻ നബിയായി വിശ്വസിക്കണം, ഷഹാദത്ത് കലിമ ചൊല്ലണം. ഇതവർ ഒന്നുകൂടി റസൂൽ ഓർമ്മപ്പെടുത്തി. ഓൾറെഡി കുറച്ച് വെള്ളമൊന്നും വേണേ. ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വഹി എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യഹൂദികൾ വരുമെന്നും യഹൂദികൾ നബിയോട് ഇങ്ങനെ ചോദിക്കുമെന്നും ആ ചോദ്യത്തിന് നബി എന്ത് ചെയ്യണം? ഇങ്ങനെ മറുപടി പറയണമെന്നും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് വന്നിട്ടുണ്ട്? വഹി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂൽ ഓൾറെഡി ഒന്നുകൂടി ആ കരാറിനെ പറ്റി അവരോട് പറയുകയാണ്, ഞാനും തമ്മിലൊരു കരാറുണ്ട്, അള്ളാഹിൻ്റെ അടുക്കലുള്ള കരാറാണ്. ഞാൻ ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, അതെ തീർച്ചയായും. റസൂൽ പറയുകയാണ്, ഫഅൻഷുദുക്കും ബില്ലദി അൻസല തൗറാത്ത് അലാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിക്ക് തൗറാത്ത് അവതരിപ്പിച്ച അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളോട് അതിനെപ്പറ്റി പറയുന്നു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇസ്രായേൽ എന്ന പ്രവാചകൻ യാക്കൂബ് നബി സ്വന്തത്തിന് ഹറാമാക്കിയ ഭക്ഷണം ഏതാണ്? അദ്ദേഹം പറയുകയാണ്, ഹൽ തഅലമൂന
അന്ന ഇസ്രാഈല യഅഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മരിദ മറളൻ ഷദീദൻ. നിങ്ങൾ അറിഞ്ഞില്ലേ ഇസ്രായേൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ശക്തമായ രോഗം പിടിപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഹൽ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്നാണ് ചോദ്യം. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? യഹൂദികൾക്കറിയാം മഹാനായ ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബിക്ക് ശക്തമായ രോഗം ബാധിച്ചിരുന്നുവെന്ന്. വത്താല സഖമഹു, അദ്ദേഹത്തിൻ്റെ രോഗം നീണ്ടുപോയി. അധിക കാലം അദ്ദേഹത്തിന് ആ ശക്തമായ രോഗം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിടിപ്പെട്ടു. ഫനദറ ലില്ലാഹി നദ്റൻ ലഇൻ ശഫാഹുല്ലാഹു തആല മിൻ സഖമിഹി. അദ്ദേഹം രോഗം ശിഫയാകാൻ വേണ്ടി അള്ളാഹുവിനോടൊരു നേർച്ച നേർന്നു. അള്ളാഹുവിനോടൊരു നേർച്ച നേരുകയാണ്. എന്താണ് ആ നേർച്ച? ലയുഹർരിമന്ന അഹബ്ബ ശറാബി ഇലൈഹി വഹബ്ബ ത്വആമി ഇലൈഹി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം ഞാൻ അള്ളാഹുവെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പോവാണ്. നീ എൻ്റെ രോഗം എന്തു ചെയ്യണം? മാറ്റിത്തരണമെന്ന് അള്ളാൻ്റെ മുന്നിൽ നേർച്ച നേർന്നു. വക്കാന അഹബ്ബു ത്വആമി ഇലൈഹി ലുഹ്മാൻ അൽ ഇബിൽ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒട്ടകത്തിൻ്റെ മാംസമായിരുന്നു. വഹബ്ബു ശറാബി ഇലൈഹി അൽബനഹ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം ഒട്ടകത്തിൻ്റെ പാലായിരുന്നു. അപ്പോൾ ഒട്ടകത്തിൻ്റെ മാംസം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഒട്ടകത്തിൻ്റെ പാല് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം എന്നവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഖാലു, ആ യഹൂദികൾ ഒരുമിച്ച് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ നഅം, അല്ലാഹുവേ അത് സത്യമാണ്. അല്ലാഹുമ്മ നഅം, അല്ലാഹുവേ നഅം അത് ശരിയാണ്. അപ്പോൾ റസൂല് പറഞ്ഞു അല്ലാഹുമ്മ ഷ്ഹദ് അലൈഹിം, അല്ലാഹുവേ നീ ഇവരുടെ മേൽ സാക്ഷിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മറന്നു പോകാൻ പാടില്ല. ആണിൻ്റെയും പുരുഷൻ്റെയും ബീജം. ഇടയ്ക്ക് എങ്ങനെ ചോദിക്കുവേ? ചോദിച്ചിട്ടില്ലെങ്കിൽ സുബീൻ്റെ ഉറക്കിങ്ങനെ ബാക്കിയുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ ബീജത്തെയും സംബന്ധിച്ചാണ്. അപ്പോൾ റസൂൽ രണ്ടാമത് വീണ്ടും സത്യം ചെയ്തു പറഞ്ഞു, വഅൻഷുദുകും ബില്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവല്ലദീ അൻസല തൗറാത അലാ മൂസ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദഗ്രന്ഥമാകുന്ന തൗറാത്തിനെ മൂസാ നബിക്ക് അവതരിപ്പിച്ചവനായ ഏക ഇലാഹാകുന്നവനാകുന്ന അള്ളാഹുവാണ് സത്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, അതേ പുരുഷന്റെ ബീജം ഹൽ തഅലമൂന അന്ന മാ അർറജുലി അബിയള ഗലീദുൻ, പുരുഷന്റെ ബീജം അത് വെളുത്തതും കട്ടിയുള്ളതാണെന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അവരോട് ചോദിക്കാൻ. എന്നാൽ വഅന്നൽ മാ അൽ മർഅത്തി അസ്ഫറുൻ റഖീഖുൻ, അസ്ഫറ റഖീഖുൻ, അതായത് സ്ത്രീയുടെ ബീജമാകട്ടെ അത് മഞ്ഞ നിറത്തിലുള്ളതും അത് വളരെ ലോലമാണ്, റഖീഖാണ് എന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? അതാർക്കറിയാം? യഹൂദികൾക്കറിയാം. യഹൂദികളോട് ചോദിക്കാൻ, നിങ്ങൾ അറിഞ്ഞില്ലേ പുരുഷന്റെ ബീജം കട്ടിയുള്ളതാണ്, അത് വെളുത്തതാണെന്നും സ്ത്രീയുടെ ബീജം അത് മഞ്ഞ നിറത്തിലുള്ളതാണെന്നും അത് വളരെ കട്ടി കുറഞ്ഞതാണെന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ഫഅയ്യുഹുമാ അലാ കാന ലഹുൽ വലദു വശബ്ഹു ബിഇദ്നില്ലാഹ്, അതിലേതാണോ ഉയർന്നു നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കുട്ടി ഉണ്ടാവുക ബിഇദ്നില്ലാഹ്, അള്ളാന്റെ അനുമതി പ്രകാരം. എന്നിട്ട് റസൂൽ ഒന്നുകൂടി വിശദീകരിച്ചു കൊടുത്തു, ഇൻ അലാ മാഉർ റജുലി അലാ മാഇൽ മർഅതി കാന ദക്കറൻ ബിഇദ്നില്ലാഹ്, പുരുഷന്റെ ബീജമാണ് സ്ത്രീയുടെ ബീജത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ അവിടെ കുട്ടി ആണായി തീരും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. എന്നാൽ വഇൻ അലാ മാഉൽ മർഅതി അലാ മാഇർ റജുലി കാന ഉൻസാ ബിഇദ്നില്ലാഹ്, സ്ത്രീയുടെ ബീജമാണ് പുരുഷന്റെ ബീജത്തേക്കാൾ മുകളിൽ വരുന്നത്, ഉന്നതിയിൽ നിൽക്കുന്നതെങ്കിൽ അവിടെ കുട്ടി ആരായിത്തീരും? സ്ത്രീയായിത്തീരും. ഖാലു, അവർ പറഞ്ഞു അല്ലാഹുമ്മ നഅം, അല്ലാഹുവേ നഅം ഇത് ശരിയാണ്. ഇതൊരു പ്രവാചകനല്ലാതെ ആ കാലഘട്ടത്തിൽ പറയൽ അസാധ്യമാണ്. പിന്നെ അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം എന്തായിരുന്നു? നബിയുടെ ഉറക്കം എങ്ങനെയാണ്? നബിമാരുടെ ഉറക്കമൊന്നല്ല. ഹാദൻ നബിയുൽ ഉമ്മി,
ഈ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ, അവരങ്ങനെ പറഞ്ഞത്, ഈ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ എങ്ങനെ ഉറങ്ങുന്നു? അതൊന്ന് കൊട്ടിയതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശുദ്ധ ഖുർആൻ അടക്കം പരാമർശിച്ചെന്താണ്? അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ. ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഇപ്പോൾ ഉറങ്ങുക രാത്രി? ഒരു നബിയാണോ എന്നറിയണമല്ലോ. കാരണം നബിയുടെ ഉറക്കം അവർക്കറിയാം, പ്രവാചകന്മാരുടെ ഉറക്കം എങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, അല്ലാഹുമ്മ, അതെ, അശ്ഹദുക്കും, ഞാൻ നിങ്ങളോട് വീണ്ടും തൗറാത്ത് അവതരിപ്പിച്ച ആർക്കാണോ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത, മൂസാ നബിക്ക് തൗറാത്ത് അവതരിപ്പിച്ചു കൊടുത്തവനായ അള്ളാഹുവാണ് സത്യം. വഅൻശുദുക്കും ബില്ലദി അൻസല തൗറാത്ത് അലാ മൂസ ഹൽ തഅലമൂന, നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, അന്ന ഹാദൻ നബിയ്യൽ ഉമ്മിയ്യ തനാമു ഐനാഹു വലാ യനാമു ഖൽബുഹു, ഈ അക്ഷരജ്ഞാനമില്ലാത്ത നബിയുടെ ഉറക്കം നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉറങ്ങുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഖൽബ് ലാ തനാമു ഖൽബുഹു, അദ്ദേഹത്തിൻ്റെ ഖൽബ് ഉറങ്ങുന്നില്ല. നബിയുടെ ഖൽബ് എന്ത് ചെയ്യുന്നില്ല? ഉറങ്ങുന്നില്ല. നബിയുടെ കണ്ണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉറങ്ങുന്നുണ്ട്. കാരണം ആ ഖൽബ് എന്നും ഉണർച്ചയിലാണ്. ആ ഉറക്കത്തിലും എന്തു വരും? ആകാശത്ത് നിന്ന് വഹി വരും. അതുകൊണ്ട് രാവും പകലും ഖൽബുണർന്നിരിക്കുന്ന വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അള്ളാഹുവേ, ഇതിൻ്റെ ആൻസറും ശരിയാണ്. അതായത് അവർ ചോദിക്കണേന് അള്ളാഹുവിൻ്റെ റസൂൽ കൃത്യമായി മറുപടി പറയുമ്പോൾ, നമ്മളിപ്പോൾ ഒരാളെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അയാൾ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പടച്ചോനെ ശരിയായല്ല, നമ്മളങ്ങനെ പറയാം. ജൂതന്മാർ പറയാണ്, പടച്ചോനെ ഇത് ശരിയായല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താ? ആരാണ് വലിയ? ഏതിൽ? മലക്കുകളിൽ ആരാണ് വലിയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അതുപോലെ സത്യം ചെയ്തു പറഞ്ഞു, മൂസാ നബിക്ക് തൗറാത്ത് അവതരിപ്പിച്ചവനായ അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. ആരാണ് മലക്കുകളിൽ നിന്നുള്ള വലിയ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ പോകുമ്പോൾ ജൂതന്മാർ പറയുന്നുണ്ട്, ഒരു വാചകമുണ്ട്, ഫഇൻദഹാ നുജാമിഉക ഔ നുഫാരിഖുക. ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്തു ചെയ്യും? നമ്മൾ തമ്മിൽ ജാമിയാവും, ഒരുമിക്കും. ഇതിൻ്റെ ഉത്തരം തെറ്റിയാൽ, ഇതിൻ്റെ ഉത്തരം നമുക്ക് പറ്റാത്താണെങ്കിൽ നുഫാരിഖുക്, നിന്നോട് നമ്മൾ എന്തു ചെയ്യും? ബന്ധം വിച്ഛേദിക്കും. ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഫഇന്ന വലിയ്യി ജിബ്രീലു അലൈഹി സ്വലാത്തു വസ്സലാം വലം യബ്അസില്ലാഹു നബിയ്യൻ ഖത്തു ഇല്ലാ വഹുവ വലിയ്യുഹു. എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല വലിയായിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത് ആരെയാണ്? ജിബ്രീലിനെയാണ്. ഖാലു, അവർ പറഞ്ഞു, അവരെന്താണ് പറഞ്ഞത്? ഫഇൻദഹാ നുഫാരിഖുക്, ഈ ചോദ്യത്തിൻ്റെ ആൻസറിൽ നമ്മൾ തമ്മിൽ ബന്ധം വിച്ഛേദിക്കും. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താണ് കാരണം? അവർ പറയുകയാണ്, ലൗ കാന വലിയുക സിവാഹു മിനൽ മലായികതി ലതാബഅനാക വസദ്ദഖനാക. ജിബ്രീൽ അല്ലാത്ത വേറൊരാളായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യും? ഫോളോ ചെയ്യും, നിന്നെ ഞങ്ങൾ സത്യപ്പെടുത്തും നബിയെ എന്നവർ പറഞ്ഞു. റസൂൽ ചോദിച്ചു, ഫമാ യംനഉകും അൻ തുസദ്ദിഖൂഹു, നിങ്ങൾക്ക് എന്താണ് തടസ്സം അദ്ദേഹത്തെ സത്യപ്പെടുത്താൻ? ജിബ്രീൽ അള്ളാഹുവിൻ്റെ വഹിയാണ്, പ്രവാചകന്മാരുടെ വലിയാണ് എന്ന് സത്യപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്നവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, ഇന്നഹു അദുവുന, മൂപ്പര് നമ്മുടെ ശത്രുവാണ്, അപ്പം നമുക്ക് പറ്റൂല. അതിനൊരു കാരണം പറഞ്ഞെന്നറിയോ? ജിബ്രീൽ ശിക്ഷയുമായും നടപടികളുമായി കടന്നു വരുന്ന വ്യക്തിയാണ്. കാരണം ജിബ്രീലിനാണ് ശിക്ഷിക്കാനുള്ള അധികാരം അള്ളാഹു കൊടുക്കുന്നത് ഭൂമിയിൽ. മീക്കായിലിനോ? മീക്കായിൽ ആകാശത്തുനിന്ന് മഴ പെയ്യിച്ച് ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിക്കുന്ന ഒരു കുട്ടിയാണ്, റിസ്ക് കിട്ടണ കാര്യമാണ്. പക്ഷേ ജിബ്രീൽ ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് ശിക്ഷയും കൊണ്ടാണ്, അത് ഇവരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ജിബ്രീൽ നമുക്ക് പറ്റൂല, ജിബ്രീൽ നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിക്കൊടുത്തു, ഖുൽ മൻ കാന അദുവൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാ. അദ്ദേഹം അള്ളാന്റെ അനുമതി പ്രകാരമാണ് നബിയെ താങ്കളുടെ ഹൃദയത്തിലേക്ക് ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നവർ കോതിക്കൊടുക്കണം നബിയെ
എവിടം വരെ? 103-ാമത്തെ ആയത്ത് വരെ. അപ്പോൾ അവർക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതാണ് 103-ാമത്തെ ആയത്ത് വരെ ഓതാൻ പറഞ്ഞത്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരെന്ത് കാണിച്ചു? ശത്രുത കാണിച്ചു. അതിൻ്റെ ഒരു കാരണം എന്താണ്? ജിബ്രീൽ ശിക്ഷയുമായിട്ട് വരുന്ന ആളാണ്, മീക്കായിൽ അങ്ങനെയല്ല, മീക്കായിൽ നമ്മുടെ വലിയാണെന്ന് പറഞ്ഞു. അപ്പം 4 ക്വസ്റ്റ്യൻ്റെ ആൻസറും വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ സംഭവത്തിന് എന്തൊക്കെ കിട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണെന്ന് അവർക്ക് കൃത്യമായി എന്ത് ചെയ്തു? ബോധ്യപ്പെട്ടു. അല്ലാഹുമ്മ നഅം, അള്ളാഹുവെ ഈ പറഞ്ഞ ആൻസർ കറക്റ്റാണെന്ന് അവരെല്ലാത്തിനും പറഞ്ഞു. അവസാനത്തെ ആൻസർ കറക്റ്റാകാത്തതുകൊണ്ടല്ല, പിന്നെയോ ജിബ്രീൽ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ്. ഇനി നോക്കൂ മറ്റൊരു സംഭവം. ഇതേ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരു സ്വഹാബിക്ക് ഓതി കൊടുക്കുന്നുണ്ട്. ആ സ്വഹാബി ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ ആയത്ത് ഓതി കൊടുത്തപ്പോഴാണ്. അദ്ദേഹം അതിനു മുമ്പ് ആരായിരുന്നു? യഹൂദിയായിരുന്നു, ജൂതനായിരുന്നു. ജൂതന്മാർക്കിടയിൽ അറിയപ്പെട്ട മനുഷ്യൻ അബ്ദുല്ലാഹിബ്നു സലാം. അദ്ദേഹം യഹൂദികളിൽ അറിയപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയെന്നറിഞ്ഞ ഉടനെ നബിയുടെ അടുക്കലേക്ക് അദ്ദേഹം കടന്നു വന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, ഇന്നി സായിലുക അൻ സലാസിൻ, 3 കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം യഹൂദികളിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര്? അബ്ദുല്ലാഹിബ്നു സലാം. അബ്ദുല്ലാഹിബ്നു സലാം. അദ്ദേഹം നബിയുടെ അടുക്കൽ വന്ന ഉടനെ നബി വന്നറിഞ്ഞ് നബിയുടെ അടുക്കൽ എത്തി നബിയോട് 3 ചോദ്യം പറഞ്ഞു. ലാ യഅലമുഹുന്ന ഇല്ലാ നബിയു, നബി അല്ലാത്ത ഒരാൾക്കും ഇതറിയാൻ കഴിയില്ല. ഒന്നാമത്തെ ചോദ്യം, കുറച്ച് വ്യത്യാസമുണ്ട് ചോദ്യത്തിൽ. ഫമാ അവ്വലു അശ്റാത്തി സാ, അതായത് ലോകാവസാനം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഏറ്റവും വലിയ അടയാളം ഏതാണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വമാ അവ്വലു തുആമി അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? സുബ്ഹാനല്ലാഹ്, അല്ലാത്ത ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നബീനെ മെഷർ ചെയ്യാനുള്ള, അളക്കാനുള്ള വളരെ കണ്ണിങ് ആയ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്താ അറിയോ? വമാ യൻസിഉൽ വലദു ഇല അബീഹി ഔ ഇല ഉമ്മിഹി, ഒരു കുട്ടി വാപ്പയിലേക്ക് ചേർക്കപ്പെടുന്നതും ഉമ്മയിലേക്ക് ചേർക്കപ്പെടുന്നതും, അതായത് ആൺകുട്ടിയാകുന്നോ അതോ പെൺകുട്ടിയാകുന്നോ എന്നെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ 3 കാര്യം പറഞ്ഞു തരണം. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബറനി ബിഹിന്ന ജിബ്രീലു ആനിഫൻ, ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ദാ ജിബ്രീൽ എനിക്ക് വഹിയുമായി വന്നിരിക്കുന്നു എന്ന് അബ്ദുല്ലാഹിബ്നു സലാമിനോട് റസൂൽ മറുപടി കൊടുത്തു. ഉടനെ അബ്ദുല്ലാഹിബ്നു സലാം പറഞ്ഞെന്തെന്നറിയോ? ജിബ്രീൽ അങ്ങനെ ചോദിച്ചു. ജിബ്രീലോ? ജിബ്രീൽ നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞു. ജിബ്രീൽ കൊണ്ടുവന്നോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് ജിബ്രീൽ ഇതാ മറുപടി എത്തിച്ചിരിക്കുന്നുവെന്ന് റസൂൽ മറുപടി കൊടുത്തപ്പോൾ ജിബ്രീൽ ദാക അദുവുൽ യഹൂദി മിനൽ മലായിക, മലക്കുകളിൽ യഹൂദികൾക്ക് ശത്രുതയുള്ളത് ആരോടാണ്? ജിബ്രീലിനോടാണ്. അപ്പോൾ ആ ജിബ്രീലാണോ മുഹമ്മദിന് വഹി കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ത് ഓതി കൊടുത്തു. ഏതാണ് ആയത്ത്? ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. ഈ ആയത്ത് അബ്ദുല്ലാഹിബ്നു സലാമിന് ഓതി കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ, മാ അവ്വലു അശ്റാത്തി സാഅ, വലിയ അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം ഏതാണ്? ഫനാറുൻ തഹ്ശുറുൻ നാസ മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ്, ജനങ്ങളെ മശ്രിക്കിൽ നിന്ന്, കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് ജനങ്ങളെ തുരത്തിയോടിക്കുന്ന ഒരു തീ കടന്നു വരാനുണ്ട്. ആ തീ കടന്നു വന്നാൽ അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. അതാണ് ഒന്നാമത്തെ മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ കൊടുത്തതിൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി എണ്ണിപ്പറഞ്ഞതിൽ ഒരു തീയിനെ പറ്റി പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ജനങ്ങളെ തുരത്തി ഓടിക്കുമെന്നാണ്, കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാമിന് ഒന്നാമത്തെ മറുപടി കൊടുത്തു. രണ്ടാമത്തെ മറുപടി, വഅമ്മാ അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ആദ്യമായി അള്ളാഹു കൊടുക്കുന്ന ഭക്ഷണം ഫസിയാദത്തു കബ്ദി ഹൂത്തിൻ, ഒരു മത്സ്യത്തിൻ്റെ കരളാണ്. മത്സ്യത്തിൻ്റെ കരളാണ് ആദ്യം ഭക്ഷിക്കാൻ കൊടുക്കുക. അപ്പം അത്രയും ടേസ്റ്റുള്ളൊരു ഭക്ഷണം
സ്വർഗത്തിലേക്ക് എത്തുന്ന അതിഥികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അവരുടെ തൗറാത്തിലുണ്ട്. അവരുടെ കയ്യിൽ അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളിൽ ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വാപ്പയിലേക്ക് ഒരാൺകുട്ടിയെ ചേർക്കുന്നതും ഉമ്മയിലേക്കൊരു പെൺകുട്ടിയെ ചേർത്തൊക്കെ പറയുന്നത് എപ്പോഴാണ്? റസൂൽ പറഞ്ഞു, ഇദാ സബക മാഉർ റജുലി മാ അൽ മർഅ നസഅ അൽ വലദ്. ആണിൻ്റെ ബീജം സ്ത്രീയുടെ ബീജത്തെ മറികടന്നാൽ അവിടെ ആൺകുട്ടിയാകും. വൈദ സബക മാഉൽ മർഅത്ത്, സ്ത്രീയുടെ ബീജമാണ് മുൻകടക്കുന്നതെങ്കിൽ ആൺകുട്ടി നീങ്ങിപ്പോകും. അവിടെ സ്ഥാനത്ത് ആര് വരും? പെൺകുട്ടിയാകും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു 3 ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടിയപ്പോഴേക്കും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു. ഇസ്ലാം സ്വീകരിച്ച ഉടനെ അദ്ദേഹം നബിയോട് പറഞ്ഞൊരു വാചകമുണ്ട്, നബിയെ, ഇന്നൽ യഹൂദ ഖൗമുൻ ബുഹ്തുൻ. യഹൂദികൾ ആളുകളെ ആക്ഷേപിക്കുന്നൊരു സമൂഹമാണ് നബിയെ. സ്വന്തം സമൂഹത്തെ പറ്റി പറഞ്ഞാണ്. യഹൂദികൾ ആളുകളെ ആക്ഷേപിക്കുന്ന, ആരോപിക്കുന്ന, മോശമാക്കുന്നൊരു സമൂഹമാണ് നബിയെ. ഇന്നഹും യഅലമു ബിഇസ്ലാമി ഖബ്ല അൻ തസ്അലുഹും യബ്ഹതൂനി. നബിയെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ച ഈ വാർത്തയുണ്ടല്ലോ, നബി അവരോടൊന്ന് ചോദിച്ചു നോക്കി. അവരോട് ചോദിച്ചാൽ അവരെന്നെ എന്തു ചെയ്യും? ആക്ഷേപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു. അവർ യഹൂദികളായ ആളുകളോട് അബ്ദുല്ലാഹി ഇബ്നു സലാം ഇസ്ലാം സ്വീകരിച്ചത് ആദ്യം പറഞ്ഞില്ല. ആദ്യം പോയിട്ട് നബി എന്താ ചോദിച്ചെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു സലാം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവർ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു സലാമോ, അദ്ദേഹം ഖൈറുന ഇബ്നു ഖൈറുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ്റെ മോനാണ്. വസയ്യിദുന വസ് ഇബ്നു സയ്യിദിന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവിൻ്റെ മോൻ ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലിൻ്റെ അടുത്ത ചോദ്യം, അറഅയ്തും മിൻ അസ്ലമ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ അവരുടനെ പറയാണ്, ഖാലു അആദഹുല്ലാഹു മിൻ ദാലിക്, അതിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുന്നു. ഫഖറജ അബ്ദുല്ലാഹ്, ഇത് കേട്ട ഉടനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം അവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഷഹാദത്ത് കലിമ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു. അപ്പോൾ അവർ പറഞ്ഞ വാചകം എന്ന് അറിയോ? ഹുവ ശർറുന ഇബ്നു ശർറുന ഇബ്നു ശർരിന, അവൻ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുടെ മോശപ്പെട്ട മകനാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വാചകം എന്താണ്? അതെ, അവൻ ഞങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് വീണ്ടും പ്രഖ്യാപിച്ചു. അതായത് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നബിയെ അവരെന്നെ ആക്ഷേപിക്കുമെന്ന് താങ്കൾ അവരോടൊന്ന് ചോദിച്ചു നോക്ക്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഫഖാല അബ്ദുല്ലാഹി ഇബ്നു സലാം ഹാദല്ലദീ കുന്തു അഖാഫു യാ റസൂലല്ലാഹ്, അള്ളാഹ് റസൂലെ, ഇതാണ് ഞാൻ ഭയപ്പെട്ടത്. അപ്പോൾ അള്ളാഹ് റസൂലിൻ്റെ മുന്നിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി. പിന്നീട് ഇവരുടെ സ്വഭാവം അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പറ്റി ചോദിച്ചു. നല്ല വർത്താനൊക്കെ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു സലാം ഇസ്ലാം സ്വീകരിച്ച് അറിഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ നേരെ ഉൾട്ടായി. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം അവരുടെ മുന്നിൽ വന്നിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യാണ്? ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഈ ആയത്തുകൾ എന്ത് ചെയ്യുന്നത്? അവതരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, കുൽ നബിയെ പറയണം, മൻ കാന, ആയിട്ടുള്ളവൻ, അദുവല്ലി ജിബ്രീൽ, ജിബ്രീലിനോട് ശത്രുതയുള്ളവൻ, ശത്രുത കാണിക്കുന്നവനായി ആരാണുള്ളത്? ഫഇന്നഹു, തീർച്ചയായും അദ്ദേഹം, നസ്സലഹു, അത് അവതരിപ്പിച്ചിരിക്കുന്നത്, അലാ കൽബിക്, താങ്കളുടെ ഹൃദയത്തിൻ്റെ മേൽ അവതരിപ്പിച്ചത്, ബിഇദ്നില്ല, അള്ളാൻ്റെ അനുമതി പ്രകാരമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ജിബ്രീലിന് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു വാർത്തയുമായി നബിയുടെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുമ്പോൾ ജിബ്രീലിന് വരാൻ പറ്റുമോ? വരാൻ പറ്റൂല. നബി അങ്ങനെ ആഗ്രഹിച്ചു, ജിബ്രീൽ വന്നില്ല. അള്ളാൻ്റെ റസൂൽ അങ്ങേയറ്റം വിഷമായി. ഏതാണ് സംഭവം? സൂറത്തുൽ കഹ്ഫിൽ യഹൂദികളായ ആളുകൾ നബിയോട് വന്ന് ചോദിച്ചില്ലേ, നബിയെ അഖ്ബിർന അനി റൂഹ്, റൂഹിനെ പറ്റി പറയൂ, അതേപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറയൂ, ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ നബി പറഞ്ഞു, ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. നബി നാളെ പറയാമെന്ന് ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് ഉപയോഗിക്കാതെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ്, ഒരു മുസ്ലിം ഒരു കാര്യം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയണമെന്ന നിയമം വിശുദ്ധ ഖുർആനിൽ എവിടെയാണുള്ളത്? സൂറത്തുൽ കഹ്ഫിലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി പ്രതീക്ഷ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ്. അല്ലാഹു റസൂൽ വഹി ഇറങ്ങിയില്ല, വിഷമായി. അപ്പം നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ നാളെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തു പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം നബി ആഗ്രഹിക്കുമ്പോൾ ജിബ്രീലിന് എന്ത് ചെയ്യാൻ പറ്റൂല? ഇറങ്ങി വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് ബിഇദ്നില്ലാഹ്, അള്ളാൻ്റെ അനുമതി പ്രകാരമാണ് ജിബ്രീൽ അതുമായി നബിയെ താങ്കളുടെ ഹൃദയത്തിലേക്ക് അത് അവതരിപ്പിക്കുന്നത്. മുസദ്ദിഖൻ, താങ്കൾക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥം അത് മുൻപുള്ളതിനെ വ്യാജമാക്കുന്നില്ല. മുസദ്ദിഖൻ, സത്യപ്പെടുത്തുന്നുണ്ട്. ലിമാ ബൈന യദൈഹി, ആ ഖുർആന് മുമ്പുള്ളതിനേക്ക് അതെന്ത് ചെയ്യുന്നു? സത്യപ്പെടുത്തുന്നു. പിന്നെ അവർക്ക് എന്താണ് പ്രശ്നം? പിന്നെ ജൂതന്മാർക്ക്, യഹൂദികൾക്ക് എന്താണ് പ്രശ്നം? വഹുദം വബുശ്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്, അതേപോലെ തന്നെ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഹുദയും ബുഷ്റയുമാണ്, സന്മാർഗവും സന്തോഷ വാർത്തയുമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരിക്കലും ഖുർആൻ അവതരിക്കപ്പെട്ടത് പഴയതിനെ നിഷേധിക്കാനല്ല അവതരിപ്പിച്ചത്, പിന്നെയോ സത്യപ്പെടുത്താൻ അവതരിപ്പിച്ചത്. അപ്പം പിന്നെ എന്താണ് ജൂതന്മാർക്ക് പറ്റിയത്? പിന്നെ അള്ളാഹ് പറയുകയാണ്, മൻ കാന അദുവ്വൻ ലില്ലാഹ്, ആരാണോ അള്ളാഹുവിനോട് ശത്രുത വെച്ച് പുലർത്തിയത്, ആരാണോ വമലായിക്കത്തിഹി, അവൻ്റെ മലക്കുകളോട് ശത്രുത വെച്ച് പുലർത്തിയത്, വറുസുലിഹി, അവൻ്റെ പ്രവാചകന്മാരോട് ശത്രുത വെച്ച് പുലർത്തിയത്, വജിബിരീല വമീകാല, ജിബിരീലിനോടും മീകായിലിനോടും ശത്രുത വെച്ച് പുലർത്തിയത് ആരാണോ, ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, അങ്ങനെയുള്ള കാഫിരീങ്ങളോട് അള്ളാഹു ശത്രുത വെച്ച് പുലർത്തും. അപ്പം ജിബ്രീൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മലക്കിനോട് ഒരാൾ ശത്രുത വെച്ച് പുലർത്തിയാൽ അത് അള്ളാഹുവിനോട് ശത്രുത വെച്ച് പുലർത്തുന്നതിന് തുല്യമാണ്. റസൂലിനോട്, മുഴുവൻ പ്രവാചകന്മാരോടും ശത്രുത കാണിക്കാൻ, കാരണം മുഴുവൻ പ്രവാചകന്മാർക്കും വഹി കൊണ്ടുവന്നതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അപ്പം മുഴുവൻ നബിമാരെ അവരെന്ത് ചെയ്യാണ്? നിഷേധിക്കുകയാണ്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിൽ പറയുന്നറിയോ, ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥ കാഫിറുകൾ, അവരോട് അള്ളാഹു ശത്രുത വെച്ച് പുലർത്തുവെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസുണ്ട്. ആ ഹദീസ് മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഖുദ്സിയായ ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖാല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ആദാലി വലിയൻ, എൻ്റെ വലിയിനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ പ്രവാചകന്മാർ, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, ഇവരോടൊക്കെ ശത്രുത വെച്ച് പുലർത്തിയാൽ അള്ളാഹുവരോട് എന്ത് ചെയ്യും? യുദ്ധം പ്രഖ്യാപിക്കും. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇവരോട് ഞാൻ ശത്രുത വെച്ച് പുലർത്തും, അള്ളാഹു കാഫിരീങ്ങളായ ആളുകളോട് ശത്രുത വെച്ച് പുലർത്തുമെന്നാണ്. അപ്പം ആരാണ് ജിബ്രീൽ? ആരാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി വേറൊരു മലക്കിനെ പറ്റിയും ഖുർആൻ ഇത്രയേറെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടില്ല ജിബ്രീലിനെ പറ്റി അല്ലാതെ. ജിബ്രീലിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റൂഹുൽ അമീൻ, അദ്ദേഹം ആരാണ്? സത്യസന്ധനായ ആത്മാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കക്കാർ നൽകിയ വിശേഷണം എന്താ? അൽ അമീൻ. അതേ പേര് ആകാശത്ത് വിളിക്കപ്പെട്ട മനുഷ്യനാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, വിശ്വസ്തനായ ആത്മാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി നമ്മളോട് പറയുന്നുണ്ട്, നസല ബിഹിർ റൂഹുൽ അമീൻ, ആ വിശുദ്ധ ഖുർആനുമായി അവതരിച്ചിരിക്കുന്നത് ആരാണ്? റൂഹുൽ അമീൻ, വിശ്വസ്തനായ ആത്മാവാണ്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, താങ്കളുടെ ഹൃദയത്തിൻ്റെ മേൽ താങ്കൾ മറ്റുള്ളവർക്ക് താക്കീത് കൊടുക്കുന്നവനാകാൻ വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ വിശേഷണം റൂഹുൽ അമീൻ. രണ്ടാമത്തെ വിശേഷണം വിശുദ്ധ ഖുർആൻ സൂറത്ത് നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലമഹു ശദീദുൽ ഖുവാ, നബിയെ പഠിപ്പിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? ശദീദുൽ ഖുവാ, ശക്തിയുള്ളവനാണ്, ബലമുള്ളവനാണ്. ദൂ മിർറത്തിൻ, അങ്ങേയറ്റത്തെ ബുദ്ധിശാലിയാണ്. ഫസ്തവ, അദ്ദേഹം ഉറച്ചു നിന്നു. എവിടെ? വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, അതായത് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ എന്ത് ചെയ്തിട്ടുണ്ട്? നേർക്ക് നേരെ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണയാണ് ജിബ്രീലിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടത്. ഒന്ന് ഭൂമിയിൽ വെച്ചും ഒന്ന്
മിഅ്റാജിൻ്റെ യാത്രയിൽ ആകാശത്ത് വെച്ചു. ഭൂമിയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറകുകൾ വിടർത്തിയപ്പോൾ ചക്രവാളങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എന്നാണ്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒന്നും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല. 600 ചിറകുകൾ വിരിച്ചു നിന്നുവെന്നാണ്. അദ്ദേഹത്തിൻ്റെ ചിറകിൽ നിന്ന് യാഖൂത്ത് വൽ മർജാൻ, ലുഅ്ലുഅ വൽ മർജാൻ, മുത്തും പവിഴവും തൂങ്ങിക്കിടക്കുന്നുവെന്നാണ് റസൂൽ പറഞ്ഞത്. അത്രയും സുന്ദരനായ മനോഹരമായ സൗന്ദര്യമുള്ള വ്യക്തിയാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീലിനെ പ്രവാചകൻ ആകാശത്ത് വെച്ച് സിദ്റത്തുൽ മുന്തഹിയുടെ അടുക്കൽ വെച്ച് കണ്ടു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. അവിടെ വെച്ച് അല്ലാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഇത് വെറും ഒരു വാർത്തയല്ല റസൂൽ പറയണത്. റസൂൽ ആരിൽ നിന്നാണോ ഇൽമ് സ്വീകരിക്കുന്നത് ആ വ്യക്തിയെ ഭൂമിയിൽ വെച്ചും ആകാശത്ത് വെച്ചും അല്ലാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രവാചകന്റെ ഗുരുനാഥനെ, പ്രവാചകന്റെ ഉസ്താദിനെ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു? നേർക്കുനേരെ കണ്ടിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ജിബ്രീലിൻ്റെ മറ്റൊരു വിശേഷണം എന്താണ്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. തീർച്ചയായും ഈ ഒരു ഖുർആൻ വാചകം, ഈ ഒരു വചനം അത് മാന്യനായ ദൂതൻ്റെ വാക്കാണ്. മാന്യനായ ദൂതൻ, കരീമായ ദൂതൻ എന്ന് ജിബ്രീലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സിഫത്ത് കൊടുക്കുകയാണ്. മറ്റൊന്ന് ദീ ഖുവ്വത്തിൻ, ശക്തിയുള്ള വ്യക്തിയാണ്. ഐന്ദദിൽ അർശി മക്കീൻ, അർശിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള വ്യക്തിയാണ്. അർശിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള വ്യക്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് ആരെപ്പറ്റി മാത്രമാണ്? ജിബ്രീലിനെ പറ്റി മാത്രമാണ്. അർശിൻ്റെ അടുക്കൽ മക്കീൻ, സ്ഥാനമുള്ളവനാണ്. മുത്താഇൻ, അവിടെ അനുസരണമുള്ളവനാണ്. സമ്മ അമീൻ, അവിടെ വിശ്വസ്തനാണ്. ആലോചിച്ച് നോക്ക്, ജിബ്രീലിൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം, വ്യക്തിത്വത്തെ അള്ളാഹ് എന്ത് ചെയ്യാണ് എന്ന് ക്ലിയറാക്കി പറയാണ്. അപ്പം അർശിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള ജിബ്രീലിനോടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ശത്രുത വെച്ച് പുലർത്തുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! മുഴുവൻ പ്രവാചകർക്കും വഹീ നൽകിയ ഒരു വലിയനോടാണ് നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തുന്നത്. ഒരു വലിയ അപരാധമാണ് നിങ്ങൾ ചെയ്തത്. അള്ളാഹു യഹൂദികളോട് ശത്രുത പ്രഖ്യാപിച്ചത് ആരുടെ വിഷയത്തിലാണ്? ജിബ്രീലിൻ്റെ വിഷയത്തിലാണ്. അത്രയും കരുത്തനായ ഒരു സന്ദേശവാഹകനോടാണ് അവർ ശത്രുത വെച്ച് പുലർത്തുന്നത്. എന്നാലോചിക്ക്, ജിബ്രീലിൻ്റെ മഹത്വം പോട്ടെ, ഒരു സാധാരണ ഒരു മലക്കിൻ്റെ ചിറക് മതി റസൂൽ അസ്സലാം പറയണ ഈ ഭൂമിയെ കീഴ്മേൽ മറിച്ചിടാൻ. ഒരു മലക്കിൻ്റെ ചിറക് മതിയെന്ന്. ജിബ്രീലിന് 600 ചിറകുണ്ട്. ഒരു ശിക്ഷ ഭൂമിയിൽ നടപ്പിലാക്കാൻ ആദ്യം വരുന്നത് ജിബ്രീലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വലതുഭാഗത്തെന്നും നിലയുറപ്പിച്ചതാരായിരുന്നു? ജിബ്രീലാണ്. ഹിജറക്ക് പോകുമ്പോൾ നബിയോടൊപ്പം ഉണ്ടായിരുന്നത് ജിബ്രീലാണ്. സൗർ ഗുഹയിൽ ഉണ്ടായിരുന്നത് ജിബ്രീലാണ്. സുറാഖയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ജിബ്രീലാണ്. ബദർ യുദ്ധത്തിൽ ബദറിൻ്റെ രണാങ്കണത്തിൽ റസൂലിനോടൊപ്പം ഉണ്ടായിരുന്നത് ജിബ്രീലാണ്. ഉഹുദിലുണ്ടായിരുന്നത് ജിബ്രീലാണ്. റസൂലിന് സംരക്ഷണം കൊടുത്തത് ജിബ്രീലായിരുന്നു. ആ ജിബ്രീലിനോടാണ് അവർ ശത്രുത പുലർത്തുന്നത്. ഇനിയുമുണ്ട് ജിബ്രീലിൻ്റെ പ്രത്യേകത. പക്ഷേ അത് തന്നെ ഒരുപാട് നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇനി നോക്കൂ, ആ 98-ാമത്തെ ആയത്ത് കൂടി ഒന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹുവിനോട് മുഴുവൻ മലക്കുകളോടും മുഴുവൻ പ്രവാചകന്മാരോടും പിന്നെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞു, ജിബ്രീല വ മീകാല. എന്താണ് ഈ മീകാല? മീകായിലും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് മീകാല എന്ന് പറഞ്ഞാൽ? അതായത് അറബി ഭാഷയിൽ അറബികൾക്കിടയിൽ വ്യത്യസ്ത അറബിയിലുള്ള ലഹജകളുണ്ട്. അതായത് നമ്മൾ തന്നെ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾ പറയണത് വേറൊരു ശൈലിയിലായിരിക്കും ഒരേ കാര്യം. ചിലപ്പോൾ കാസർഗോഡുകാരൻ പറയണത് വേറെ ശൈലിയിലായിരിക്കും, അല്ലേ? അപ്പോൾ അറബികൾക്കിടയിൽ തന്നെ എന്തുണ്ട്? ഹിജാസിലുള്ള ആളുകൾ പറയുന്നത് ജിബ്രീൽ, മീകാൽ എന്നാണ്. ജിബ്രീൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ഹംസ പോകും. ഹിജാസുകാർ സംസാരിക്കുമ്പോൾ, ഹിജാസിലുള്ളവർ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഹംസ പോകും. എവിടെയാണ് ഹംസ പോകണമെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ജിബ്രീൽ
മീക്കാൽ. ഇതാണ് ഹിജാസുകാർ പറയുക. അറബികൾക്കിടയിൽ ഹിജാസുകാർ പറയണത് എന്താണ്? ജിബ്രീലെന്നും മീക്കാലെന്നും. അപ്പോൾ ഇവിടെ ഒരു ഹംസയുടെ കുറവാണ് വന്നിട്ടുള്ളത്. ആ ഹംസ ഇട്ടാൽ എങ്ങനെ പറയും? കാണുന്നുണ്ടല്ലോ അല്ലേ? ജബ്രായീൽ. ഹംസ ഇട്ടാൽ മീക്കായിൽ. ഈ ഹംസ ഹിജാസുകാർ എന്ത് ചെയ്യാറില്ല? ഉപയോഗിക്കാറില്ല. ഹംസ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ജിബ്രീലും മീക്കാലും. ഹംസ ഉപയോഗിച്ചാൽ ജബ്രായീലും മീക്കായിലും. അപ്പം ഹംസ ഉപയോഗിക്കുന്ന ആളുകൾ ആരാണ്? അവരെ പറ്റിയും പറയുന്നുണ്ട്. അതായത് തമീം ഗോത്രക്കാരും ഖൈസ് ഗോത്രക്കാരും നജിദിലുള്ള ആളുകളും അവരെന്ത് ചെയ്യും? ഹംസ ഉപയോഗിക്കും. ജബ്രായീൽ, മീക്കായിൽ. പല ഹിജാസുകാരെന്ത് ചെയ്യൂല? ഹംസ ഉപയോഗിക്കും. അപ്പം അറബികൾക്കിടയിൽ ജിബ്രീലെന്നും ജബ്രായീലെന്നും രണ്ട് ഉച്ചാരണമുണ്ട്. മീക്കാലെന്നും മീക്കായിലെന്നും രണ്ട് ഉച്ചാരണമുണ്ട്. അതേപോലെ തന്നെ ഇസ്രാഫീൽ. ഈ മൂന്ന് പേരിൻ്റെയും അർത്ഥം എന്താണ്? എന്താ അർത്ഥം? നമുക്ക് നോക്കാം. ജിബിർ, മീക്ക, ഇസ്രാഫ്. ഈ മൂന്നിൻ്റെ അർത്ഥം അബ്ദ് എന്നാണ്. എന്താണ്? അബ്ദ്, അടിമ. അതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് എന്താ നമ്മൾ ഇട്ട് കൊടുക്കുക? ഈൽ. ഈൽ എന്ന് ഹിബ്രു ഭാഷയിൽ എന്താ പറയുക? അല്ലാ. ജിബ്രായീൽ, ജിബ്രീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടിമ. മീക്കായിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമ. ഇസ്രാഫീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമ എന്നാണ്. ഈ മൂന്ന് പേരിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചത് അള്ളാഹിൻ്റെ അടിമ എന്നാണ്. ഇപ്പം നമ്മൾ അബ്ദുറഹ്മാൻ, അബ്ദുള്ള എന്നൊക്കെ നമ്മൾ വ്യത്യസ്ത പേര് വിളിക്കും അല്ലേ? അതേപോലെ അള്ളാഹുവിലേക്ക് മലക്കുകളെ ചേർത്തി പറയാൻ വേണ്ടി പറയുന്ന പേരാണ് ഒന്ന് ജിബ്രീൽ, ഒന്ന് മീക്കായിൽ, ഒന്ന് ഇസ്രാഫീൽ. ഇത് മൂന്നിൻ്റെയും അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ അടിമ എന്നാണ്. ചില ആളുകൾ ജിബ്രീൻ എന്ന് വിളിക്കും. ബനു അസദ് ഗോത്രക്കാർ ഈ ലാമങ്ങ് മാറ്റിയിട്ട് എന്താക്കും? നൂനാക്കും. ജിബ്രീൻ. അറബികൾക്കിടയിൽ പേരുണ്ട്. ഒരു പണ്ഡിതൻ, മഹാനായൊരു പണ്ഡിതൻ മരിച്ചു പോയത്, അതിൻ്റെ പേര് ഷെയ്ഖ് ജിബ്രീൻ എന്നായിരുന്നു. അപ്പോൾ അറബികൾക്കിടയിൽ ചില ഉച്ചാരണത്തിലെ വ്യത്യാസം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനിലും അതേപോലെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അറബികൾക്കിടയിൽ അവർ ഉപയോഗിക്കുന്ന സ്പഷ്ടമായ അറബി ഭാഷയിൽ അള്ളാഹു എന്ത് ചെയ്തു? അത് അവതരിപ്പിച്ചു കൊടുത്തു. ഇനി നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ പറ്റി പറയുമ്പോൾ ആ രാത്രി നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് ചൊല്ലിയിരുന്നത് എന്താണ്? അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർള് ആലിമുൽ ഗൈബി വശഹാദ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. രാത്രി നിസ്കരിക്കുമ്പോൾ ആദ്യം അള്ളാഹിനോട് പറയണത് മീകായിലിൻ്റെ, ജിബ്രീലിൻ്റെ, ഇസ്രാഫീലിൻ്റെ റബ്ബേ എന്നാണ് വിളിക്കണത്. അപ്പം അതൊരു ഗാംഭീര്യമാണ്. അള്ളാഹു ജിബ്രീലിനെ സൃഷ്ടിച്ചു, മീകായിലിനെ സൃഷ്ടിച്ചു, ഇസ്രാഫീലിനെ സൃഷ്ടിച്ചു. അതൊരു അത്ഭുതമാണ്. ആകാശത്തിൻ്റെ റബ്ബേ, ഭൂമിയുടെ റബ്ബേ എന്നൊക്കെ വിളിക്കുന്നത് പോലെ മൂന്ന് മലക്കുകളുടെ പേരെടുത്തിട്ട് വിളിക്കുകയാണ്. അപ്പം അവരുടെ സൃഷ്ടിപ്പ് എന്താണ്? ഒരു വലിയ അത്ഭുതമാണ്. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ വെറുതെ എന്ത് ചെയ്യണ്ട? അവരുടെ റബ്ബെ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പം ജിബ്രീലിൻ്റെ ഡ്യൂട്ടി എന്താണ്? വഹി എത്തിച്ചു കൊടുക്കുന്നതാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മുഴുവൻ, ആകാശത്തിലെ മലക്കുകളോട് മുഴുവൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചാൽ എല്ലാ മലക്കുകളും ബോധരഹിതരായി വീഴുമെന്നാണ് പ്രവാചകൻ ശേഷം നമ്മുടെ ഹദീസിൽ കാണാം. അള്ളാഹു മലക്കുകളോട് ഒരു കാര്യം പറയുമ്പോൾ മുഴുവൻ മലക്കുകളും ബോധരഹിതരാകുമെന്നാണ്. ആദ്യം തലയുയർത്തുന്നത് ആരാണ്? ജിബ്രീലാണ്. എന്നിട്ട് അള്ളാഹു അത് ആദ്യം പറയുന്നത് ജിബ്രീലിനോടാണ്. പിന്നീട് ജിബ്രീൽ അത് കേട്ട് കഴിയുമ്പോൾ മുഴുവൻ മലക്കുകളും തലയുയർത്തിയിട്ട് ജിബ്രീലിനോട് ചോദിക്കും, ജിബ്രീൽ, അള്ളാഹു എന്താണ് താങ്കളോട് പറഞ്ഞത്? ജിബ്രീലാണ് മുഴുവൻ മലക്കുകൾക്കും അള്ളാഹു പറഞ്ഞ സംസാരം എത്തിച്ചു കൊടുക്കുന്നത്.
മീക്കായിലിൻ്റെ ഡ്യൂട്ടി എന്താ? നേരത്തെ പറഞ്ഞ പോലെ മഴ പെയ്യ്ക്കുക, റിസ്ക് ഭൂമിയിൽ എന്ത് ചെയ്യുക, നൽകുക. ഇസ്രാഫീലിൻ്റെ ഡ്യൂട്ടി എന്താ? ഇസ്രാഫീലിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം എവിടെ സൂറെന്ന കാഹളത്തിലൂതാൻ റെഡിയായിരിക്കുകയാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നാണത് ഊതേണ്ടതെന്ന്. ആ സമയം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. ജിബ്രീലിനെയും മീക്കായിലിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചപ്പോൾ റസൂലിൻ്റെ അടുക്കലേക്ക് ആ കാര്യവുമായി അറിയിക്കാൻ വേണ്ടി അള്ളാഹ് അയച്ചത് ഈ 2 മലക്കുകളെയാണ്, ജിബ്രീലിനെയും മീക്കായിലിനെയും. ജിബ്രീൽ തലഭാഗത്തിരുന്നു, മീക്കായിൽ കാലിൻ്റെ ഭാഗത്തിരുന്നു. തലഭാഗത്തിരിക്കുന്ന ജിബ്രീൽ ചോദിച്ചു, ഈ വ്യക്തിക്ക് എന്ത് പറ്റി? ഇസ്രാഫീൽ മറുപടി പറയും, മീക്കായിൽ മറുപടി പറയും. അടുത്ത ചോദ്യം, മീക്കായിൽ മറുപടി പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഉറക്കത്തിൽ എന്ത് ചെയ്തു? ജിബ്രീലും മീക്കായിലും കൂടി നബിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ജിബ്രീലിനെയും മീക്കായിലിനെയും ഒരുമിച്ച് ചേർത്തി പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. കുറച്ച് വിശാലമായ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ബാക്കി ആയത്തുകൾ എടുക്കാൻ കഴിയാഞ്ഞത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ജീവിതത്തിൻ്റെ അവസാനം വരെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുവഹിദുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നബിമാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരോടൊപ്പം ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ കൂടിയിരുന്ന സമയം, ഈ ഒരു അധ്വാനം അല്ലാഹു നാളെ മീസാനിൽ കനം തൂങ്ങുന്ന നന്മയാക്കി മാറ്റുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹ്.